ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് യാമ്പുട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. 2 ദിവസമായിട്ട് ഞാൻ ചെറിയൊരു ഗ്യാപ്പിലായിരുന്നു കേട്ടോ. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം, തീർത്തും മാറിയിട്ടൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇന്ന് തന്നെ രാവിലെ യാമുട്ടൻ്റെ പണി പിന്നെ എന്നും ഗാർഡനിലാണല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. രാവിലെ ഇവിടെ നിന്ന് കറങ്ങുന്ന എന്തിനാന്ന് വെച്ചാൽ ആ കുളത്തിൽ കുറച്ച് മീനെ കണ്ടിട്ടുണ്ട്. അപ്പം മീനെ പിടിക്കാൻ നിന്ന് കറങ്ങുക. അപ്പോൾ ഇവളിത് നോക്കിയപ്പോഴത്തേക്ക് പിടിക്കാൻ കോരാൻ വന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പം പെട്ടെന്ന് പുള്ളിക്കാരിയുടെ നോട്ടം മാവിലോട്ടായി കേട്ടോ. അമ്മ ഇത് ഈ മാങ്ങയുണ്ടല്ലോ, ശരിക്കും മാങ്ങ പിടിച്ചിട്ടുണ്ട്, നമുക്ക് മാങ്ങ പറിച്ചാലോ എന്നായി. വിഷയം അങ്ങ് മാറ്റാൻ അവൾ മിടിക്കുകയാണേ. അങ്ങനെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് വെളിയിറക്കി കൊണ്ട് വന്നപ്പം നല്ലൊരു പാലമരം, ഇതിപ്പം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് വെച്ച് താഴെ നിൽക്കുന്നതാണ്. കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നി എടുത്തതാണ് കേട്ടോ. എന്നാലും അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചേച്ചിയും ചേട്ടനും വരുന്നുണ്ടായിരുന്നു ക്യാൻറ്റീനിൽ പോകാൻ. അപ്പോൾ അവർ ക്യാൻറ്റീനിൽ പോയി സാധനമൊക്കെ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ നല്ല കപ്പയും ബീഫും റെഡിയാക്കി. അവൾ അതിനകത്ത് നിന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അതിനകത്തുനിന്ന് സ്വീറ്റ്സും ബിസ്ക്കറ്റും ഒക്കെ എടുക്കാനുള്ള പ്ലാനിനാണ് നിന്ന് കറങ്ങുന്നത്. അവൾ തൊടുന്നതൊക്കെ ചേച്ചി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അവൾക്ക് എടുക്കാം, കാര്യം ജാനകി ഇല്ലല്ലോ. അങ്ങനെ നല്ല ബീഫും ചീനിയും ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വെളിയിൽ വന്നിരുന്ന് ഞങ്ങളെല്ലാവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ പോകാൻ വണ്ടി എടുത്തപ്പോഴത്തേക്ക് യാമുട്ടൻ ഓടി അപ്പയുടെ മടിയിൽ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാനും വരുന്നപ്പോൾ ജാനകിയെ കാണണമെന്ന് പറഞ്ഞാണ്. അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് പൊക്കോട്ടെ അമ്മൂമ്മയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ സമ്മതിക്കാത്തതിന് അമ്മയെ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേച്ചി ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചിട്ടങ്ങ് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എവിടെയോ ഒരു കുട്ടി കെട്ടിയിട്ട് ഉറങ്ങിക്കിടന്ന പപ്പയും കുത്തിയിളക്കി. ഉത്സവം പോവാൻ പപ്പ എന്നും പറഞ്ഞുകൊണ്ട് വന്നു. പപ്പ എവിടെ മൈൻഡ് ചെയ്യണോ? ഞാൻ പറഞ്ഞ എടിയത് ഉത്സവമൊന്നുമല്ല, ഇപ്പോഴേ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ പപ്പയ്ക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് സോപ്പിട്ട് കൊണ്ടുപോകാൻ ഒരുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ രണ്ടുപേരുടെ പോയിട്ട് വാ, എന്തോ നടക്കുന്നതെന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് 2 എണ്ണവും കൂടെ പോയി. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 എണ്ണം പോയതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഫ്ലോട്ട് പോയിട്ട് അവിടെ ഒരു ഈച്ച പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ അവിടെ എവിടെയോ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു ഫ്ലോട്ട് ഇവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞേ വരത്തോളെന്ന്. അങ്ങനെ തിരിച്ച് പപ്പയും മോളും കൂടെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചിരിച്ച് കളിയാക്കിയതിന് അവൾ അവിടെ നിന്ന് എന്നെ വഴക്ക് പറയുകയാണ് കേട്ടോ. ഇപ്പം കാണിച്ചു തരാം, ഞാൻ പോവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ വാശിക്ക് അവൾ പോയി. അങ്ങനെ ഫ്ലോട്ടൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് സർപ്രൈസായിട്ട് കൊച്ചച്ഛനും കുഞ്ഞമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചച്ഛൻ പുറത്തായിരുന്നു, അവർക്ക് കുറച്ച് ഉടുപ്പൊക്കെ കൊടുക്കാൻ വന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.